വിജയ് ബാബുവിന് മറുപടിയുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ്. സംഘടനയുടെ നിയമാവലി അനുസരിച്ച് സിനിമകളുടെ സെൻസർഷിപ്പ് ക്രെഡിറ്റ് തനിക്കാണ്. വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല നിയമം പരിശോധിക്കുന്നത്. സംഘടനയുടെ ബൈലോ ആണ് കോടതി പരിശോധിക്കുന്നതെന്നും സാന്ദ്ര തോമസ്. വിവരങ്ങളുമായി സൈഫുന്നിസ അലിയാർ ചേരുകയാണ്. സൈഫുന്നിസ, ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുകയാണ്. എന്താണെങ്കിലും വിജയ് ബാബു ഇക്കാര്യത്തിൽ സാന്ദ്രയ്ക്കെതിരെ പരാമർശവുമായി വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്താണ് ഇരുവരും പറയുന്നത്? വിജയ് ബാബുവിന്റെ പോസ്റ്റിനെ സാന്ദ്ര തോമസ് ഒരു തമാശയായി മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറുപടി ഇട്ടിരിക്കുന്നത്. അതായത് 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു താൻ എന്ന് വിജയ് ബാബു സമ്മതിക്കുന്നുണ്ട് ഈ പോസ്റ്റിലൂടെ. അതിനർത്ഥം അതുവരെ ചെയ്ത മാനേജിംഗ് പാർട്ണർ ആയിരുന്ന കാലയളവിൽ ചെയ്ത സിനിമകളുടെ എല്ലാം തന്നെ സെൻസസ് സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണ് എന്നുള്ളതാണ് ആ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നതെന്നുമാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അത് വിജയ് ബാബു കൂടി സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് സാന്ദ്ര പറയുന്നത്. ഒപ്പം തന്നെ ഈ കോടതി ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നത് വിജയ് ബാബുവിന്റെ പോസ്റ്റ് അല്ല എന്നും സാന്ദ്ര വിമർശിക്കുന്നുണ്ട്. അതായത് ഈ അസോസിയേഷന്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്നുണ്ട് കൃത്യമായി ഏതെങ്കിലും വ്യക്തിക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് 3 എണ്ണം ഉണ്ട് എങ്കിൽ പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നീ തസ്തികകളിലേക്ക് മത്സരിക്കാം എന്നുള്ളത്, കീ പോസ്റ്റുകളിലേക്ക്. പക്ഷേ തന്റെ പത്രിക തള്ളിയതിനെ അന്നു മുതൽ തന്നെ സാന്ദ്ര വലിയ നിയമ പോരാട്ടം നടത്തുന്നതാണ്. നാളെ അക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. അതിനിടെയാണ് അക്കാര്യത്തിൽ കോടതിയുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ബാബു എന്നൊരു പോസ്റ്റ് ഇട്ടത്. എന്തായാലും അതിനെ സാന്ദ്ര പരിഹസിക്കുന്നത് കോടതി വിജയ് ബാബുവിന്റെ മറുപടി കണ്ടുകൊണ്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അത് സംഘടനയുടെ ബൈലോ അനുസരിച്ചാണ് കോടതി മുഖവിലേക്ക് ആ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പറയുന്നത്. എന്തായാലും ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നവർ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാമെന്ന് ഓർത്താൽ നന്ന് എന്നൊരു ഭീഷണി സ്വരം കൂടി സാന്ദ്രയുടെ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതായത് ഇനിയും കൂടുതൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന സാന്ദ്രയുടെ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. എന്തായാലും മുൻ മാനേജിംഗ് പാർട്ണർമാരായിരുന്നു ഈ വിജയ് ബാബുവും ഒപ്പം തന്നെ സാന്ദ്ര തോമസും ഫ്രൈഡേ ഫിലിം തീർച്ചയായും വ്യക്തമാണ്. എന്താണെങ്കിലും ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാര്യങ്ങളിൽ ഉള്ള പ്രസ്താവനകൾ തുടരുകയാണ്.